എവരിവൺ, എല്ലാവർക്കും വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് ദിവസം മുന്നേ പിൻട്രസ്റ്റിൽ കണ്ട ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ എന്താണെന്നൊരു ക്ലൂ ഞാൻ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടോ? ഇത് ഞാൻ കടൽ ക്ലൗഡിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്ത ഒരു പെൻസിൽ ഹോൾഡറാണ്. ഇത് അത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല, എന്തായാലും കടൽ ക്ലൗഡിൻ്റെ അത്ര വന്നിട്ടില്ല. അപ്പോൾ ഇതെനിക്ക് ടേബിളിൽ വെക്കാനായിട്ട് ഇത് കണ്ടോ ഇങ്കൊക്കെ ആയി. പിന്നെ ഇതെനിക്ക് പിന്നെ കളയാനായിട്ട് തോന്നി. അപ്പോൾ നമ്മളിന്ന് എൻ്റെ ഡെസ്കിൽ കുറേ സാധനങ്ങൾ അടുക്കി നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ ഞാൻ ഡെസ്കിൻ്റെ അടിയിലും കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ബിഗ് ഓർഗനൈസർ. അപ്പോൾ നമുക്ക് 2 ഡ്രോയർ കിട്ടും. അപ്പോൾ അതിനകത്ത് കുറച്ച് നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യം ക്രാഫ്റ്റിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ നേടി. വളരെ ഈസിയാണ്, നമുക്ക് കാർഡ്ബോർഡ് വെച്ച് ഉണ്ടാക്കാം. അതുകൊണ്ട് നന്നായിട്ട് അത് സ്ട്രോങ്ങും ആയിരിക്കും. അപ്പോൾ നമുക്ക് അതുണ്ടാക്കാം. അപ്പോൾ ഞാൻ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള പണിയിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാൻ സിസേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ആ പരിപാടി കഴിഞ്ഞു. നമുക്ക് ഇവിടെയും കൂടെ ചെയ്യാം. നമുക്ക് വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ഇത് മാത്രം ഒന്ന് ഫ്രീ ആയിട്ട് വെക്കാം. അപ്പം നമ്മുടെ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ ക്ലോസ് ചെയ്യണം. അതിന് ഞാൻ സെലോ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ട്രാൻസ്പെറൻറ്റ് സെലോ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ പറ്റിയിരിക്കുക. കുറച്ചിരം വെയിറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത് നമ്മൾ സംഭവം ഒന്ന് സെറ്റ് ആക്കണം. നമുക്കൊന്ന് ഒട്ടിക്കാം. ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇളവിയൊന്നും പോകത്തില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതൊന്ന് നമ്മൾ കവർ ചെയ്യണം. അകത്ത് വേണമെങ്കിൽ കവർ ചെയ്യണ്ട എന്ന് വെക്കാം. പുറത്ത് എന്തായാലും നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് പിങ്ക് ചാർട്ട് പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് കവർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ ബാക്ക് കവർ ചെയ്തിട്ടില്ല, ഈ ഒരു ഭാഗം മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനത്തെ ഒരു ബോക്സ്, ഇത്രയും സൈസിൽ വരുന്ന ഒരു ബോക്സ് എടുക്കണം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ആ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിനകത്തൊരു കാർഡ്ബോർഡ് വെക്കാൻ വേണം. അപ്പോൾ നമുക്ക് അതും കൂടെ ഇതുപോലെ വൈറ്റ് പേപ്പർ ഇട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ടോപ്പ് മാത്രമേ ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ളൂ. കാണുന്നത് ഇത് മാത്രമാണല്ലോ. മേളിൽ നിന്ന് നോക്കുമ്പോൾ ഇത് മാത്രമേ കാണത്തില്ല. കേട്ടോ, നമ്മൾ ഈ ഒരു സംഭവം ഇതിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി വെക്കുന്നുണ്ട്. നമ്മൾ ഇതിങ്ങനെ ഇറക്കി ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ ഒരു കോർണേഴ്സ് ഒന്ന് കട്ട് ചെയ്തിടാം. അപ്പോൾ ഇത് നമ്മുടെ ആ പരിപാടിയായി. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ, ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതേ ഒരു വിധമാണ് ഒട്ടിയത്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് ഇവിടെയും കൂടെ നമുക്കൊരു സംഭവം സെറ്റാക്കാനുണ്ട്. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ നമ്മളത് ഈ 2 പീസസും കൂടെ ഒരുമിച്ച് സെലോ ടേപ്പ് വെച്ചിട്ട് ജോയിൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഗമ്മ് വെച്ചിട്ട് ജോയിൻ ചെയ്താലും കൂടെ മതിയാവും. നമുക്ക് ഇതും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാവേ. അപ്പോൾ അത് നമ്മൾ ആ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇരുന്നോളേ. നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കറക്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ അത് ഞാൻ ഇവിടെ ആയിട്ടൊരു വെള്ള കളറിലത്തെ ഒരു കാർഡ്ബോർഡ് കവർ ചെയ്തതിന് ശേഷം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് ഇനി ഇതും കൂടെ ഇവിടെ ഇങ്ങനെ ഫിക്സ് ആക്കണം.
പിന്നെ അവിടെ ഒരു പൂച്ച, അത് 4 പൂച്ച ഉണ്ടായിരുന്നല്ലോ. ആ 4 പൂച്ച വന്ന് ഫുഡ് കഴിക്കാൻ 4 പൂച്ചയുടെ ചവിട്ടും 4 കല്ലെടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ ചവിട്ടി കൊണ്ട് നല്ലോണം കൊണ്ടിട്ടുണ്ട്. ആ പൂച്ച എന്തെയാണ് ഇപ്പൊ? എല്ലാമേ ഓടിപ്പോച്ചു. അമ്മയെ ഓടിപ്പോച്ചു പോയെന്ന്. എന്റെ കമ്മ് ഇത് കാപ്പട്ടെ. എടി ഞാൻ ഈ ഗമ്മ എടുക്കാം, നിനക്ക് മറ്റേ ഗമ്മ തരാം. വേണ്ട വേണ്ട, എനിക്ക് ഗമ്മ വേണം, ഞാൻ ഇത് ഉപയോഗിച്ച് കുറേ, അതുകൊണ്ട് നിനക്ക് മറ്റേ ഗമ്മ തരാം. മഞ്ഞ കമ്മ അവിടെ അതകത്തിരിക്കണം, ഇപ്പൊ എടുക്കാൻ പറ്റില്ല. ഞാൻ ഒരു സാധനം അത്യാവശ്യപ്പെട്ട ചാനലിലേക്ക് വേണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ പൂച്ച അപ്പൂപ്പൻ അപ്പുറത്തെ അനുവാൻ്റെ വീട്ടിലത്തെ കഥ കടച്ചാ കടച്ച് തിരിച്ചു വന്നു. പെട്ടെന്ന് വരാൻ പറ്റണ്ട കാര്യം ക്രാഫ്റ്റ് ചെയ്തു പേപ്പർ ഇതും ഇത് എന്റെ ഗമ്മ വേണം വന്ന് ചോദിച്ചോണ്ട് വന്നേക്കട്ടെ കേട്ടാ. ഞാൻ ഇനി 6ാം ക്ലാസ്സിൽ.
സംസാരിക്കാൻ പറഞ്ഞ. അപ്പോൾ അതേ നമ്മുടെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിന്ന് ഫുള്ളായിട്ട് ആ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ ബ്രഷൊക്കെ ഇട്ട് വെക്കണമായിരുന്നു. അപ്പോൾ ബ്രഷ് വെക്കാൻ ഒരു സ്യൂട്ടബിൾ പ്ലേസൊക്കെ വേണമായിരുന്നു. നമുക്ക് ഈ ഒരു സ്ഥലത്ത് ഇതൊക്കെ ഇടാം. ഇത് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഗോൾഡൻ പെൻ കൂടി നമ്മൾ ഈ ഒരു സ്പേസിൽ നമ്മുടെ ആ ഒരു ഇതാണ് കുറച്ച് ആയുധങ്ങളുണ്ടല്ലോ, അതൊക്കെ സിസേഴ്സ്, പിന്നെ സ്റ്റാപ്ലർ, പിന്നെ ഗമ്മ് ഇപ്പുറത്തോട്ട് വെച്ചേക്കാം കേട്ടോ. നമ്മളിപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡിവൈഡർ ഉണ്ട്, ഞാനത് നേരത്തെ കുത്തനൊക്കെ വെച്ചേക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് ഈ ഒരു സംഭവം കളഞ്ഞു. ഇതിനകത്ത് ഫിക്സ് ആയിട്ട് അവിടെ ഇരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് മാറ്റി. എന്നിട്ട് ഞാൻ അതിനകത്ത് ഈ ഒരു സംഭവം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതും പിന്നെ വേറൊരു സംഭവം ഉണ്ട്, കാണിച്ചു തരാം. പിന്നെ ഇത് ഞാൻ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലോട്ട് പോയപ്പോൾ കിട്ടിയ കുറച്ച് ഇങ്ങനത്തെ സീഷെൽസാണ്. ഞാൻ അതിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് വെച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ അത് വെച്ചു അവിടെ. നമുക്ക് അടുത്തയിലോട്ട് പോകാം. പിന്നെ എനിക്ക് കുറച്ച് ബുക്സും കൂടെ വെക്കാനുണ്ടായിരുന്നു, ഞാൻ അതും കൂടെ വെക്കാമെന്ന് കരുതി. ഈ 3 ബുക്കാണ് ഞാൻ അതിനകത്ത് വെച്ചിരുന്നത്, ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ 2 പേപ്പർ സോപ്പും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആയുധങ്ങളിൽ നമുക്ക് കുറച്ച് സാധനം കൂടെ ഉണ്ട്. ഈ ഒരു നൈഫ് ഉണ്ട്, അതുണ്ട്. പിന്നെ മറ്റേ ഒരു ഷാർപ്നർ ഉണ്ട്, ഞാൻ എവിടെ വെക്കുക, ഇവിടെ വെച്ചേക്കാം. പിന്നെ ഈ ഒരു പെൻസിലിൻ്റെ ഒരു ബാക്കിൽ വെക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഞാനത് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഹോട്ട് ഡോഗാണ്, നമ്മൾ അത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇത് ഉണ്ടാക്കിയ സ്ഥിതിക്ക് നമുക്കൊരു ഡെസ്ക് മേക്ക് ഓവറും കൂടെ ചെയ്യാം അല്ലേ. ഇപ്പോഴത്തേക്ക് നമ്മൾ ആ സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അല്ലപ്പോഴത്തേക്കാണ് നമ്മുടെ ലാമ്പ് അവിടെ വെച്ചിട്ടുണ്ട്, പ്ലഗ് കുത്തണ്ട. ഓക്കെ, നമുക്ക് ഈ ഒരു സോസർ ഇവിടെ വെക്കാം കേട്ടോ. ഇതാണ് എൻ്റെ ബെസ്റ്റ് പെറ്റ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഒരു ചെറിയ സ്റ്റിക്കർ ബുക്കാണ് കേട്ടോ. ഞാൻ കുറച്ച് സ്റ്റിക്കറൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ഒരു അറ്റത്തോട്ട് വെക്കാം. ഒരു സെക്കൻഡ്, നമുക്ക് ഇതിൻ്റെ മേളിലായിട്ട് വെക്കാം. നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ വല്ല ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിത് ഈ ഒരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് റൊട്ടീൻ ഉണ്ട്. ഡു നോട്ട് ഈറ്റ് ഓയിൽ കണ്ടൻറ്റ് ഫുഡ് ഐറ്റംസ്, പിന്നെ വാഷ് യുവർ ഫേസ് 3 times in a day, ഡു വൈപ്പറൈസിങ് എവറി നൈറ്റ്. കുറച്ചൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ടു-ഡു ലിസ്റ്റ്, എൻ്റെ ചെറിയൊരു ടു-ഡു ലിസ്റ്റ്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള സാധനം കൂടെ ഇവിടെ കയറ്റി വെക്കാം. ഇവിടെ എൻ്റെ വാച്ച് വെക്കാൻ വേണ്ടിയായിട്ട് ഞാനിത് ചെയ്തതാണ്. നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കണം കേട്ടോ. ഈ വാച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്, സ്പേസ്. ഓക്കെ, നമുക്ക് അടുത്ത് എന്താണെന്ന് നോക്കാം. നമുക്കത് ഈ ഒരു സംഭവം ഇവിടെ വെക്കാം. ഇത് എൻ്റെ റൂബിക്സ് ക്യൂബ്. ഇത് ഞാൻ ഒരിക്കലും കളയത്തില്ല, ഇവിടെ തന്നെ ഇരുന്നോട്ടെ. നമ്മളിത് ഈ ഒരു സംഭവം കൂടി ഇവിടെ വെക്കണം. ചാടി പോകട്ടോ. ഓക്കെ, നമുക്ക് ഇത് ഈ സൈഡിലോട്ട് വെക്കാം. നമ്മൾ 2 സ്കെയിലുണ്ട്, ഒന്ന് ഈ ഡിസൈൻ സ്കെയിലും പിന്നെ ഇതും. അത് 2 ഇങ്ങോട്ടും. നമുക്ക് ഈ റിമോട്ട് ഇവിടെ വെക്കാം. നമുക്കത് ഇത് ഇവിടെ വെക്കാം. അപ്പോൾ ഗൈസ്, ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇതിലോട്ട് ഇച്ചിരി പോലും വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ ഇതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിക്കത്തില്ല, നമുക്ക് അങ്ങനെ ഒഴിച്ചാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒഴിക്കാം. ഓക്കെ, നമുക്ക് തിരിച്ചിടാം. ഹലോ എവ്രിവൺ, ഹലോ. അപ്പോൾ നമ്മൾ ഇനി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. പിന്നെ വേറെ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ കൂടെ മതിയാവും. അപ്പോൾ എന്തായാലും ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.